പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് ലേഡീസ് കളക്ഷൻസ് ആണ്. കാണാം. ലേഡീസ് കളക്ഷൻസ് എല്ലാം ഒരൊറ്റ കുടക്കീഴിൽ കിട്ടിയാലോ? ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ലേഡീസ് കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പിലാണ്. ഡിഫറെൻറ്റ് കളക്ഷൻസ് ഓഫ് ഇയറിംഗ്സ്, കോസ്മെറ്റിക്സ്, ഹാൻഡ് ബാഗ്സ്, ഹെയർ എക്സ്റ്റൻഷൻ, അങ്ങനെ എല്ലാ ഐറ്റംസും, നമ്മുടെ ലേഡീസിന് വേണ്ട എല്ലാ ഐറ്റംസും ഒറ്റ കുടക്കീഴിലുണ്ട്. കുപ്പിവളകളെ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? പൊതുവേ നമ്മൾ സാരിയൊക്കെ വെയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്നത് കുപ്പിവളകളായിരിക്കും. ഇവിടെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കുപ്പിവളകളും അവൈലബിൾ ആണ്. നമ്മൾ ഏത് ഡ്രസ്സ് ചൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് സാരിയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ സാരിക്ക് അനുസരിച്ച് പല നിറത്തിലുള്ള കുപ്പിവളകളും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ റെക്കോർഡ് വിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ കൂടുതലും ബ്രൈഡ്സ് ഇപ്പോൾ ചൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഓർണമെന്റ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഈ കളക്ഷൻസ് ഒന്ന് പരിചയപ്പെടാം. ഇതിൽ നമുക്കിപ്പം ട്രഡീഷണൽ ആയിട്ടുള്ളതാണെങ്കിൽ ഇത് പാലിക്ക, നഗാസ ടൈപ്പ്, അതിൻ്റെ ലോങ് ഷോർട്ടും ഉണ്ട്. പിന്നെ വലിയ ഹെവി ബ്രൈഡൽസിനുള്ള ചോക്കേഴ്സ്, പിന്നെ ഫുൾ കെമ്പ്, ഇങ്ങനെ ഇതെല്ലാം ട്രഡീഷണൽ സെക്ഷനാണ്. മൂവിങ് ഏതാണ് ഇതിൽ? ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഇങ്ങനെ ചോക്കർ ടൈപ്പുകളാണ് ഇപ്പോൾ കൂടുതൽ മതി. ഇപ്പം എല്ലാവരും വൈഡിനൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലും, അപ്പം ഇങ്ങനത്തെയാണ് കൂടുതൽ പോകുന്നത്. ബാക്കി ഇതിപ്പോൾ നമ്മുടെ സ്വർണം പോലെ തന്നെ തോന്നിക്കുന്ന ജ്വല്ലറിയാണ് ഉള്ളതല്ലേ? അതെ അതെ. ഇതിലിപ്പം ഇതൊക്കെ ശരിക്കും ഒറിജിനൽ ആൻറ്റിക്കിൽ അതിൻ്റെ കൂടെ വെച്ചാൽ തിരിച്ചറിയാൻ പറ്റില്ല, അത്രയും ഫിനിഷിംഗ് ആണ്. ഒറിജിനൽ സ്റ്റോൺസ് ആണ് വരുന്നത്, കെമ്പ് സ്റ്റോൺ എന്ന് പറയും. കസ്റ്റമേഴ്സ് ഇപ്പം ഒരു ജ്വല്ലറി പോയിട്ട് ഗോൾഡിന് വില കൂടുതലായതുകൊണ്ട് ഇപ്പം ഒരു നെക്ലസ് ആയിരിക്കും വാങ്ങിച്ചുകൊണ്ട് വരിക. അപ്പോൾ അതിൻ്റെ കൂടെ പെയർ ചെയ്യാനുള്ള ലോങ് നമ്മുടെ ഇവിടെ നിന്നായിരിക്കും വാങ്ങുക. അപ്പം നമ്മൾ സെയിം കളർ നോക്കി കൊടുക്കും. ഇതൊക്കെ നഗാസ ഡിസൈൻസ് ആണ്. ഇത് ചോക്കറാണ്, പുതിയ മോഡൽ. ഇതിൽ ഒറിജിനൽ സ്റ്റോൺസ് ആയിരിക്കും, മെറ്റൽ, ഹൈ ക്വാളിറ്റി മെറ്റൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതെ അതെ. ലോങ് ചെയിനും എല്ലാം വരുന്നുണ്ട്. ഹിന്ദു വെഡിങ് മാത്രമല്ല, ക്രിസ്ത്യൻ മുസ്ലിം എല്ലാ വെഡിങ്സിനുള്ള വേറെ ഉണ്ട്. പിന്നെ ഫുൾ ക്രിസ്റ്റൽസിൽ വരുന്ന ഗണപതി, ലക്ഷ്മി, അങ്ങനെ എല്ലാ പെൻഡൻസ് വരുന്നത് നമുക്കുണ്ട്. അതെ അതെ. ഇതിൽ റെഡ് ഉണ്ട്, പേളുണ്ട്, ഗ്രീൻ ഉണ്ട്, 3 കളർ. ഇത് നമുക്ക് പ്രീമിയം ക്വാളിറ്റി വരുമ്പോൾ ഒരു 3000, 4000, 5000 ആ റേഞ്ച് വരുന്നു. പിന്നെ ഇതിൻ്റെ തന്നെ കുറഞ്ഞ സെക്ഷനും ഉണ്ട് നമുക്ക്. കണ്ടത് ഹിന്ദു ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള ജ്വല്ലറിയാണ്. ഇനി നമുക്ക് ക്രിസ്ത്യൻ മുസ്ലിം വെഡിങ്ങിന്റെ ജ്വല്ലറിയും കൂടെ നോക്കാം. ഇന്ന് ക്രിസ്ത്യൻ മുസ്ലിം വെഡിങ് ഒക്കെ ആകുമ്പോൾ ഒറ്റ ചോക്കർ ആയിരിക്കുമല്ലോ അവർ ചൂസ് ചെയ്യുന്നത്. അതെ അതെ. ഇതൊക്കെ കൂടുതൽ മുസ്ലിംസ് യൂസ് ചെയ്യുന്ന ടൈപ്പ് ചോക്കേഴ്സ് ആണ്. ഇത് ഈ ടൈപ്പൊക്കെ. ഇതൊക്കെ ഏത് ടൈപ്പ് ഓഫ് സ്റ്റോൺ ആണ്? ഇത് ഒറിജിനൽ കുന്തൻ സ്റ്റോൺ ആണ് വരുന്നത്. അത് വിക്ടോറിയൻ ടൈപ്പ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് മോഡലാണ്. വിക്ടോറിയൻ മെറ്റീരിയൽ വരുന്നത്. ചോക്കറും ഉണ്ട്, കമ്മലും. ഇതിൽ ചോക്കർ ഉണ്ട്, ലോങ് ഉണ്ട്, ചെറിയ നെക്ലസ് ഉണ്ട്. അതിൽ എല്ലാ കളേഴ്സും കിട്ടും. പിന്നെ ഇത് വരുമ്പോൾ ക്രിസ്ത്യൻ വെഡിങ്ങിന് അവർ കൂടുതലും സിൽവർ കളറിലാണല്ലോ ചൂസ് ചെയ്യുന്നത്. ഇതിപ്പം ക്രിസ്ത്യൻ വെഡിങ് ഇതിൽ നല്ല കളക്ഷൻ ഉണ്ട് നമുക്ക്. ഇതിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെയാണ്? അതിൻ്റെ സൈസ് അനുസരിച്ച് പ്രൈസ് ഒരു 500 തൊട്ട് ഒരു 10,000 വരെ ഉണ്ടാവും. കൂടുതലും ആൾക്കാർ ചൂസ് ചെയ്യുന്നത് ഏത് കൈൻഡ് ഓഫ് ജ്വല്ലറിയാണ്? ഇപ്പോൾ ക്രിസ്ത്യൻസ് വെഡിങ്ങിന് ഏറ്റവും കൂടുതൽ പോകുന്ന ഇതിൻ്റെ ഗോൾഡ് പ്ലേറ്റിങ്ങും പോവും, ഇത് സിൽവർ പ്ലേറ്റിങ്ങാണ്, റോസ് ഗോൾഡും പോവും. പിന്നെ ഹിന്ദു വെഡിങ്സിന് കൂടുതലും അങ്ങനെ ട്രഡീഷണലാണ് പോകുന്നത്. പിന്നെ
ഇപ്പോഴത്തെ ട്രെൻഡാണ് ഈ വിക്ടോറിയൻ ടൈപ്പ്. ഇത് രണ്ടാളുകളും യൂസ് ചെയ്യുന്ന വിക്ടോറിയൻ, രണ്ട് ബ്രൈഡ്സ് യൂസ് ചെയ്യും. നമുക്കിവിടെ ഗോൾഡ് പ്ലേറ്റഡ് ജ്വല്ലറിയും അവൈലബിൾ ആണ്. കൂടാതെ മംഗൾസൂത്ര, അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റോൺസ് കൊണ്ടുള്ള ഗോൾഡ് പ്ലേറ്റഡ് ജ്വല്ലറി ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ചേട്ടാ, ഇതിന്റെ ഒരു മൂവിങ് എങ്ങനെയാണ്? ഇതിപ്പോ നല്ല മൂവിങ്. ഗോൾഡിന് വില കൂടിയതോടുകൂടി ഇത് നന്നായിട്ട് ഇവിടെ പോകുന്നു. ഒരുപാട് പേര് ഇത് ചോദിച്ചു വരുന്നുണ്ടായിരിക്കും അല്ലേ? ഗോൾഡ് ഇടാൻ പേടിയായിട്ട് എല്ലാവർക്കും. അതെ, ഇതിപ്പോ 24 ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആണ് എല്ലാം വരുന്നത്. പിന്നെ ഇതുപോലെ ഇപ്പോഴത്തെ ട്രെൻഡാണ് ഈ മംഗൾസൂത്ര, നോർത്ത് ഇന്ത്യൻ മംഗൾസൂത്ര അല്ലേ? അതില് പല ക്വാളിറ്റിയിലും നമുക്ക് ഉണ്ട്. ഇതും ചൂസ് ചെയ്തതും ചോദിച്ചു വരാറുണ്ടല്ലേ ആൾക്കാർ? ഇവിടെ എപ്പോഴും പോകുന്ന സാധനമാണ്. ഇതിന്റെ ഒക്കെ റേറ്റ് എങ്ങനെയാ? അതിന് നമുക്കൊരു 500 തൊട്ട് ഒരു 600, 700, മാക്സിമം 1000 അകത്താണ് കൂടുതലും. പിന്നെ കുറച്ച് പ്രീമിയം ക്വാളിറ്റി ഉണ്ട്, അതൊരു 1000 മേളിലേക്കുള്ള കുറച്ച് പീസസ്. ഈ മാലയൊക്കെ ഏത് ടൈപ്പാ? ഇത് ക്രിസ്റ്റൽസ്, ഒറിജിനൽ ക്രിസ്റ്റൽസ് വരുന്ന ടൈപ്പാണ്. നാച്ചുറൽ ക്രിസ്റ്റൽസ് ആണ് അത്. ഇതൊക്കെ ഈ നവരത്ന ടൈപ്പ് ഒക്കെ ഇതൊക്കെ നാച്ചുറൽ ആണ്. സ്റ്റോൺസ് ചോദിച്ച ആൾക്കാർ വരാറുണ്ടായിരിക്കും കസ്റ്റമൈസ് ചെയ്ത് ചോദിച്ചിട്ട്. കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറുണ്ടോ നിങ്ങൾ? കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറില്ല, ഇതിന് സമയമില്ലാത്ത. ഇവിടെ എപ്പോഴും തിരക്കായിരിക്കും. ഓക്കെ. പിന്നെ ഇതിൽ ഈ ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്ന ഒരു വെറൈറ്റി ജ്വല്ലറി ഏതാ? പിന്നെ ഇത് ഇപ്പോഴത്തെ ട്രെൻഡാണ് ഈ കോയിനും കാശിമാല പോലെ അല്ലേ? കാശിമാലയും മംഗൾസൂത്രവും മിക്സ് വരുന്ന ടൈപ്പ്. പിന്നെ അതിന് തന്നെ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ടല്ലേ, ബ്ലാക്ക് മാത്രമല്ല. പിന്നെ നമുക്ക് ഒറിജിനൽ കോറലിന്റെ മാലകളുണ്ട്. ഇത് ഒറിജിനൽ കോറലാണ്. പിന്നെ അതിൽ തന്നെ ഒറിജിനൽ പേളുണ്ട്, ഒറിജിനൽ സ്റ്റോൺസ് എല്ലാം തന്നെ ഉണ്ട് ഇവിടെ. ഇതും മംഗൾസൂത്ര ടൈപ്പാണോ? അതെ അതെ, വലിയ ചുട്ടി വരുന്നതാണല്ലേ അത്? അതെ അതെ. പിന്നെ ഇത് പാലക്ക ടൈപ്പ്. അതിന് ഇത് കുറച്ച് സാമ്പിൾസേ ഉള്ളൂ, ബാക്കി ഇതിന്റെ നല്ല കളക്ഷൻ ഉണ്ടല്ലോ ഉള്ളിൽ. ഇപ്പം നമ്മൾ ട്രഡീഷണൽ മാല പരിചയപ്പെട്ടില്ലേ, അതുപോലെ അതിന് മാച്ചായ വളകളാണിത്. ട്രഡീഷണൽ നഗാസ ടൈപ്പ് വളകൾ, ആൻറ്റിക്കിൻ്റെ വളകൾ, അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി വളകളാണ്. ബ്രൈഡ്സിന് യൂസ് ചെയ്യുന്ന വളകളാണ്. അതിൽ തന്നെ കെമ്പ് സ്റ്റോൺ വരുന്നുണ്ട്, അതിൻ്റെ ഗ്രീൻ വരുന്നുണ്ട്, പിന്നെ പ്ലെയിനും വരുന്നുണ്ട്. ഇത് നല്ല മെറ്റൽ വരുന്ന നല്ല ഹൈ ക്വാളിറ്റി പ്ലേറ്റിംഗ് ഉള്ള ബാംഗിൾസാണ്. പിന്നെയുള്ളത് നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഡിസൈനാണ് ലോട്ടസ് വള. ഇതിൻ്റെ നെക്ലസ് ഉണ്ട്, വളയുണ്ട്, ഫിംഗർ റിംഗ് വരെയുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ കളറും ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് വലിയ പ്രൈസ് ഇല്ലാത്ത വളകളാണ്. പിന്നെ നമ്മൾ നോക്കി വിക്ടോറിയൻ ടൈപ്പ്. ഇതാണ് വിക്ടോറിയൻ ബാംഗിൾസ് വരുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ? ഈ ഒരു വളയ്ക്കുള്ള പ്രത്യേകത എന്താ? ഇത് ഗോൾഡ് പ്ലേറ്റിങ്ങും സിൽവർ പ്ലേറ്റിങ്ങിനും ഇടയ്ക്ക് ഒരു ഡൾ ഫിനിഷിലുള്ളതാണ്. അപ്പം ഇപ്പോഴത്തെ വരുന്ന ഡ്രസ്സിലെ വർക്കുകളെല്ലാം ഈ ഒരു കളറിലായിരിക്കും വരിക. അപ്പം അതെ, ഡ്രസ്സുമായിട്ട് കറക്റ്റ് മാച്ച് ചെയ്തെടുക്കാം. കൂടുതലും മുസ്ലിംസിൻ്റെ ഡ്രസ്സൊക്കെ വരുന്ന ഈ കളറിലായിരിക്കും കൂടുതലും വരുന്നത്. അതിൻ്റെയാണ് ഇതെല്ലാം വിക്ടോറിയൻ ടൈപ്പാണ്. പിന്നെ ക്രിസ്ത്യൻ ബ്രൈഡ്സിനുള്ള AD സ്റ്റോൺസിൻ്റെ ബാംഗിൾസ് ഉണ്ട്. അത് വരുമ്പോൾ നമുക്ക് 2 തൊട്ട് 210 വരെയുണ്ട് എല്ലാ വളയിലും സൈസ്. ഓക്കെ. എല്ലാ ആൾക്കാർക്കും, എല്ലാ സൈസിലുള്ള ആൾക്കാർക്കും കിട്ടും. ഓക്കെ. അതിൽ വൈറ്റ് ഉണ്ട്. ഇപ്പം കൂടുതൽ മൂവിങ് പേസ്റ്റൽ കളേഴ്സാണ്. ലൈറ്റ് പിങ്ക്, പേസ്റ്റൽ ഗ്രീൻ, ഇതൊക്കെയാണ്. എല്ലാ കളേഴ്സും കിട്ടും. ഇത് പ്ലേറ്റഡ് ആണ്. രണ്ടാമത് നമുക്ക് ഗോൾഡിൽ അല്ലെ റോസ് ഗോൾഡിൽ റീപ്ലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഇത് അതെ അതെ എലിഫന്റിന്റെ. ഇതിന്റെ നമുക്കൊരു 10 കളേഴ്സ് കാണും. ഇതിന്റെ പ്രൈസ് എങ്ങനെയാ? ഇതിന് 150 റുപ്പീസേ ഉള്ളൂ. ഇതൊരു പുതിയ ട്രെൻഡി സാധനമാണെന്ന് തോന്നുന്നു. ഇത് ചോദിച്ച് ഒത്തിരി പേര് വരാറുണ്ടോ? ഒരുപാട് പേര് വരാറുണ്ട്. വളകളിൽ ഒരുപാട് കളക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. നമ്മൾ ഏത് ഡ്രസ്സ് എടുക്കുന്നോ ആ ഡ്രസ്സിന് പെയർ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് വളകൾ ഇവിടെ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചേട്ടാ, അപ്പൊ ഈ വളകളിൽ ഏതൊക്കെയാ വരുന്നത്? ത്രെഡ് വരുന്നുണ്ട്, മെറ്റാലിക് വരുന്നുണ്ട് അല്ലേ? ത്രെഡ്, മെറ്റൽ, സ്റ്റോണ്, പിന്നെ ഗ്ലാസ്. ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഗ്ലാസ് ബാംഗിൾസും ഉണ്ട്. അത് തന്നെ നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്ത് കൊടുക്കും. അപ്പം കസ്റ്റമർ പറയുന്ന ലെങ്ത്തിൽ അവർ പറയുന്ന ബഡ്ജറ്റിൽ നമ്മൾ ചെയ്ത് കൊടുക്കും.
ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൗണ്ടറും ഫസ്റ്റ് ഫ്ലോറിൽ ഒരുക്കിയിട്ടുണ്ട്. അതായത് വളരെ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഇൻവിസിബിൾ ചെയിൻസും ചോക്കറും ഒക്കെ നമുക്ക് ഈ കൗണ്ടറിൽ നിന്ന് വാങ്ങാൻ കഴിയും. ഓക്കെ, നമുക്ക് ഇയറിങ്സ് കളക്ഷൻസ് വരുന്നത് കുറേ ആൻറ്റി കളക്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ AD സ്റ്റോൺസിൻ്റെ കളക്ഷൻസും വരുന്നുണ്ട്. ഇതിലാണ് ആൻറ്റി കളക്ഷൻ വരുന്നത്. ജിംക്കയാണ് വരുന്നത്. ഇതിൽ ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടെമ്പിൾ കളക്ഷൻസും വരുന്നുണ്ട്. അതുപോലെ തന്നെ AD സ്റ്റോൺസിൻ്റെ കളക്ഷൻസാണ് ഈ വരുന്നത്. ഇതിലും ഡിഫറെൻറ്റ് കളക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ റോസ് ഗോൾഡ്, സിൽവർ അങ്ങനെ 3 കാറ്റഗറി വരുന്നുണ്ട്. പിന്നെ വരുന്നത് ആൻറ്റി കളക്ഷൻസാണ്. അതിൻ്റെ ഹാൻഡ്സ് വരുന്നുണ്ട്. അതിൽ ടെമ്പിൾ ഡിസൈൻസ് വരുന്നുണ്ട്, പോൾക്കി, അങ്ങനെ വിക്ടോറിയ, അങ്ങനെ കുറേ ഡിസൈൻസ് അതിലും വരുന്നുണ്ട്. നമുക്കിവിടെ ആർട്ടിഫിഷ്യൽ ഹെയർസും അവൈലബിൾ ആണ്. ചേട്ടാ, അപ്പോൾ എൻ്റെ പോലെ ഷോർട്ട് ഹെയറുള്ള ആൾക്ക് ഇപ്പോൾ ഒരു ലോങ് ഹെയർ വേണം ഒരു ഒക്കേഷനൊക്കെ പങ്കെടുക്കാൻ, അപ്പോൾ നമുക്ക് ഏത് ഹെയർ ചൂസ് ചെയ്യാം? മാഡത്തിൻ്റെ സെയിം ടെക്സ്ചറിലുള്ള ഹെയർ കിട്ടും, ആവശ്യമുള്ള ലെങ്ത്തിൽ കിട്ടും, സെയിം കളറിലും കിട്ടും. അത് സിംഗിൾ ക്ലിപ്പ് തൊട്ട് 5 ക്ലിപ്പ് വരെ കിട്ടും. എല്ലാം അവൈലബിൾ ആണ്. എല്ലാം അവൈലബിൾ അപ്പോൾ ഇത് ഹ്യൂമൻ ഹെയർസ് തന്നെയാണ്? അത് 100% ഹ്യൂമൻ ഹെയർസ് ആണ്. നമ്മുടെ ഇതിന്റെ യൂസ് ഒക്കെ എങ്ങനെയായിരിക്കും? ഇത് നമുക്ക് വാഷ് ചെയ്യാം. പിന്നെ നമ്മൾ 3 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇതിന്, കമ്പനി തന്നെ. അപ്പം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ എക്സ്റ്റൻഷൻ വെച്ചിട്ട് ഇപ്പം ഇതിന് ഈ നമ്മുടെ ഒറിജിനൽ ഹെയർ ചെയ്യുന്ന പോലെ കളറൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ഇഷ്ടമുള്ള കളർ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൽ എല്ലാം ചെയ്യാൻ പറ്റും. കോസ്മെറ്റിക്സും ഫാൻസി ഐറ്റംസും മാത്രമല്ല, ലേഡീസ് ബാഗിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. നമ്മളെല്ലാവരും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ബ്രാൻഡ് ഐറ്റംസ് ആയ പെർഫ്യൂംസാണ് ഇതെല്ലാം. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ഡൻഹിൽ, ക്രീഡ്, ഈ ഷാരൂഖ് ഖാൻ യൂസ് ചെയ്യുന്ന പെർഫ്യൂംസ്. അതുപോലെ തന്നെ ഗുച്ചി, ഗിൽറ്റി, ഇതൊക്കെ ഒരു 10,000 എബോവ് വരുന്ന പെർഫ്യൂംസാണ് എല്ലാം. നമ്മളിത് ആ കറക്റ്റ് സ്മെല്ല് വെച്ച് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഒരു 8 മണിക്കൂറെങ്കിലും മാക്സിമം ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ്. അത് 6 ml, 30 ml, 50 ml 2 ബോട്ടിൽ സൈസിലൊക്കെയാണ് വരുന്നത്. പിന്നെ എല്ലാം തന്നെ നമുക്ക് പ്രീമിയം ആയിട്ട് ഉള്ള ബ്രാൻഡുകൾ തന്നെയാണ്. അപ്പോൾ അത് നല്ല ലാസ്റ്റിംഗ് ആണ്. പിന്നെ കസ്റ്റമർ റിപ്പീറ്റ് ചോദിച്ച് വരുന്ന സാധനങ്ങളാണ്. മേക്കപ്പ് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയാത്തൊരു ബിഗിനറാണ് നിങ്ങളെങ്കിൽ ഇവിടെ എത്തുകയാണെങ്കിൽ നമുക്കൊരു മേക്കപ്പ് എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി തന്നെ നമ്മുടെ സ്കിൻ ടോണിന് സ്യൂട്ട് ആവുന്ന ടൈപ്പിലുള്ള മേക്കപ്പ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ട്രയൽ സർവീസും അവൈലബിൾ ആണ് അല്ലേ? അവൈലബിൾ ആണ്. ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് നമ്മൾ മേക്കപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ സ്കിൻ സ്പെഷ്യൽ ആണെങ്കിലും എല്ലാവരും നമ്മുടെ ഏകദേശം എല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബ്യൂട്ടി അഡ്വൈസർമാരാണ്. അവരുടെ സ്കിൻ ടോൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സ്കിൻ കെയറും അതുപോലെയാണ്. നമ്മൾ സ്കിൻ കെയർ എല്ലാം റൊട്ടീൻ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സ്കിൻ ടോൺ അനുസരിച്ച് നമുക്ക് ഇത് ഫെയർ സ്കിന്നുള്ളതാണ്, ഇത് മീഡിയം സ്കിന്നിനുള്ളതാണ്, പിന്നെ ഇതാണെങ്കിൽ ഡീപ്പ് സ്കിന്നുള്ളതാണ്. അപ്പോൾ ലിപ്സ്റ്റിക് ആണെങ്കിലും കോമ്പാക്റ്റ് ആണെങ്കിലും ഫൗണ്ടേഷൻ ആണെങ്കിലും നമുക്ക് ഓരോ സ്കിൻ ടോൺ അനുസരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ സജഷൻസ് ചോദിച്ച് വരാറുണ്ടോ? ഒത്തിരി പേര് വരാറുണ്ട്. അവർക്കറിയത്തില്ല അവരുടെ സ്കിൻ ടോണും ഏത് ചേരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പൊതുവേ നമ്മൾ സ്ത്രീകൾക്കുള്ളൊരു കൺസേൺ ആണ്, നമ്മൾ കോസ്മെറ്റിക്സ് വാങ്ങാൻ പോകുമ്പം എല്ലാം ഒരു ഷോപ്പിൽ നിന്ന് കിട്ടത്തില്ല. നമുക്കിവിടെ ജ്വല്ലറി ആയാലും കോസ്മെറ്റിക്സ് ആയാലും ബാഗേജ്, പെർഫ്യൂംസ് എല്ലാം ഒരു കുടക്കീഴിൽ എന്ന നിലയിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷന് വരുന്ന ഒരു പാർട്ടി വന്നു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അന്നേരം വേറൊരിടത്തും പോകേണ്ടി വരുന്നില്ല. അതായത് ഇവിടുത്തെ സർവീസ് ആയാലും കെയറിങ് ആയാലും എല്ലാം കസ്റ്റമറിന് എന്താ പറയുക, കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് വരുന്നുണ്ട്. അതിന് നമുക്ക് അതിൻ്റെ ഒരു നല്ല ഇമ്പാക്റ്റ് നമുക്ക് കിട്ടുന്നുമുണ്ട്.